ഹലോ ഫ്രണ്ട്സ്, ഒരു ഡാമേജായ മൗസിനെ നമ്മൾ ഉപേക്ഷിക്കാതെ അതിനെങ്ങനെ വളരെ ഈസി ആയിട്ട് റിപ്പയർ ചെയ്തെടുക്കാം എന്നുള്ള വീഡിയോയുടെ പാർട്ട് 2 ആണിത്. അപ്പോൾ ഇതിൽ നമ്മൾ പരിചയപ്പെടുന്നത് നമുക്കിപ്പോൾ ഒരു സ്വിച്ച് നമ്മൾ റീപ്ലേസ് ചെയ്യാൻ നോക്കുമ്പോൾ സ്വിച്ച് കിട്ടുന്നില്ല, ആ മോഡൽ നമ്പർ കിട്ടുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് സർവീസ് ചെയ്തെടുക്കാം എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പുതിയ സ്വിച്ച് വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കെ, നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് ക്ലീൻ ചെയ്ത് സർവീസ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഈ സ്വിച്ച് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഔട്ടർ കവർ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡിലായിട്ട് 2 ലോക്ക് ഉണ്ടാകും. അത് അൺലോക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ ഔട്ടർ കവർ മാറ്റുക. കണ്ടില്ലേ, ഇതാണ് സ്വിച്ചിങ് ആക്ഷൻ. നിങ്ങളിത് ഒരു സൈഡിൽ നിന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് അകത്ത് ആ സ്വിച്ചിങ് ആക്ഷൻ നടക്കുന്നത് നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ സ്വിച്ചിങ് ആക്ഷൻ നടക്കുന്ന ഈ പോർഷനാണ് നമുക്ക് ക്ലീൻ ചെയ്യേണ്ടത്. അവിടെയാണ് ഈ കൊറോഷനും മറ്റും ബാധിച്ചിട്ട് ഈ പ്രോപ്പറായിട്ട് ആ ക്ലിക്ക് വർക്ക് ചെയ്യാത്തതിന്, അതായത് ആ കോൺടാക്റ്റ് ശരിക്കും വർക്ക് ചെയ്യാത്തതിനുള്ള പ്രശ്നം വരുന്നത്. അപ്പോൾ ഇതൊരു ഡിഫറെൻറ്റ് സ്വിച്ചാണ്. കണ്ടില്ലേ, ഇതിൻ്റെ ലോക്ക് മറ്റു വേറൊരു സൈഡിലായിട്ടാണ് അതിൻ്റെ ലോക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ സൈഡിൽ നിന്നാണ് അൺലോക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ശരിക്കും മൗസിൻ്റെ സ്വിച്ച് ക്ലീൻ ചെയ്യാനായിട്ട് നിങ്ങളത് ഡീസോൾഡർ പുറത്തെടുക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് PCBയിൽ വെച്ചിട്ട് തന്നെ നിങ്ങൾക്കത് ക്ലീൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യണം എന്നുള്ള പ്രൊസീജിയറാണ് നമ്മൾ പിന്നെ കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിനായിട്ട് ഐസോപ്രൊപ്പൈൽ ആൽക്കഹോൾ എന്ന ഒരു വെറ്റ് വൈപ്സ് ആണ്. ഓക്കെ, ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ മൊബൈൽ ഫോണിൻ്റെ ഡിസ്പ്ലേ ക്ലീൻ ചെയ്യാനായിട്ട് ഞാൻ വാങ്ങിച്ചു വെച്ചതാണ്. അപ്പോൾ തൽക്കാലം ഇപ്പോൾ ഞാൻ വേറെ വാങ്ങുന്നില്ല, തൽക്കാലം ഇത് വെച്ച് ക്ലീൻ ചെയ്യുക എന്നുള്ളൊരു ഐഡിയ ആണ്. ഓക്കെ, ഇതിനകത്തൊരു കുറച്ച് വലുതായിട്ടുള്ളൊരു കോട്ടൺ ക്ലോത്താണുള്ളത്. അപ്പോൾ അത്രയും വലിയ ക്ലോത്തിൻ്റെ ആവശ്യമില്ല, നമുക്ക് അതിൽ നിന്ന് ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് കണ്ടതൊക്കെ മനസ്സിലായി, ഇത് ആൽക്കഹോൾ 70% ആൽക്കഹോളുള്ള ഐസോപ്രോപ്പൈൽ ആൽക്കഹോളിൻ്റെ വൈപ്സാണിത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 90% മുകളിൽ ആൽക്കഹോൾ കോൺസെൻട്രേഷനുള്ള വൈപ്സാണ് ഏറ്റവും ബെറ്റർ ക്ലീൻ ചെയ്യാനായിട്ട്. ഓക്കെ, ഇപ്പോൾ തൽക്കാലം എൻ്റെ ഇപ്പോൾ 70% മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഇത് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്കിത് നിങ്ങളുടെ ലോക്കൽ മെഡിക്കൽ സ്റ്റോറിൽ നിന്നോ അല്ലെങ്കിൽ ലാബ് സപ്ലൈസിലോ ഒക്കെ നിങ്ങൾക്കിത് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു പീസ് ഞാൻ എടുത്തിട്ട് ഇത് ക്ലീൻ ചെയ്യുവാണ്. ഓക്കെ, നിങ്ങളിത് വളരെ ശ്രദ്ധിച്ച് ചെയ്യുക. എന്ന് പറഞ്ഞാൽ നിങ്ങളിത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ആ സ്വിച്ച് ഡാമേജ് ആവാനുള്ളൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വളരെ ടൈം എടുത്തിട്ട് മാത്രം ചെയ്യുക. ഓക്കെ, ചെറിയൊരു പീസ് ക്ലോത്ത് എടുത്തിട്ട് ആ കോണ്ടാക്റ്റ് വരുന്ന സ്വിച്ചിങ് ആക്ഷൻ നടക്കുന്ന ആ പോർഷൻ ശരിക്കും ആൽക്കഹോൾ കൊണ്ട് റബ്ബ് ചെയ്യുക. അപ്പോൾ അതിനകത്തുള്ള ഡേർട്ട്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും പോയിക്കോളും. ഓക്കെ, ഇത് മാത്രം മതിയാവത്തില്ല. നിങ്ങളിപ്പോൾ ഇതിനകത്ത് ഈ കോണ്ടാക്റ്റ് വരുന്നൊരു ഏരിയയില്ല, നിങ്ങൾ അവിടെ വേറെ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഉപയോഗിച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഷാർപ്പായിട്ടുള്ള നെയിൽസോ അല്ലെങ്കിൽ പിൻസോ ഒന്നും ഉപയോഗിച്ചിട്ട് നിങ്ങൾ ക്ലീൻ ചെയ്തതെന്ന് വെച്ചാൽ കോണ്ടാക്റ്റ് അവിടെ സ്ക്രാച്ചസ് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തില്ല. അപ്പോൾ ഞാൻ അതിന് ഉപയോഗിക്കുന്ന ഒരു വയറാണ്. ഓക്കെ, ഒരുപാട് കട്ടിയുള്ളതല്ല, എന്നാൽ കട്ടി തീരെ ഉള്ളതും അല്ലാത്തൊരു വയർ. ഓക്കെ, അതിനെ സ്ട്രൈപ്പ് ചെയ്തതിന് ശേഷം ഈ കണ്ടില്ല, ഈ സ്വിച്ചിനകത്തേക്ക് ആ വയർ നിങ്ങൾ ജസ്റ്റ് അതിനകത്തേക്ക് കയറ്റുക. എന്നിട്ട് ഈ 2 കോണ്ടാക്റ്റ് വരുന്ന 2 ഏരിയ, ഓക്കെ, മുകളിലും താഴെയായിട്ട് വരുന്ന 2 ഏരിയ നിങ്ങൾ ശരിക്കും കുറച്ച് സമയം ഇങ്ങനെ റബ്ബ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഡാർട്ടോ കൊറോഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ശരിക്കും ക്ലീൻ ആവും. ഓക്കെ, നിങ്ങൾ ഒരിക്കലും ഷാർപ്പായിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാൻ പാടില്ല. ഓക്കെ, വളരെ ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക. എന്ന് വെച്ചാൽ സ്വിച്ച് ഡാമേജ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. വളരെ ശ്രദ്ധിച്ച് സ്ലോയിൽ ചെയ്യുക. ഇനി നിങ്ങളിതിൻ്റെ ഈ വീഡിയോയുടെ പാർട്ട് 1 നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പാർട്ട് 1 കാണുക. ഓക്കെ, അതിനകത്ത് ഏതൊക്കെ മോഡൽ സ്വിച്ചസ് ആണുള്ളത്, നിങ്ങൾക്ക് എങ്ങനെ അവൈലബിൾ ആവുക, സ്വിച്ചസൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നത്, അപ്പോൾ എങ്ങനെ ഇതിനകത്ത് നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്യുക എന്നുള്ളതൊക്കെ പാർട്ട് 1 ഞാൻ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ പാർട്ട് 1 ലിങ്ക് താഴെ വീഡിയോയിൽ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. അതിൽ നിന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് പാർട്ട് 1 പോകാവുന്നതാണ്. ഓക്കെ, നമ്മുടെ സർവീസിങ് ഇപ്പോൾ കഴിഞ്ഞു. നമ്മൾ പിന്നെ സ്വിച്ച് നമ്മൾ തിരിച്ച് പഴയ അവസ്ഥയിലേക്ക് തിരിച്ച് വെക്കാൻ പോവുകയാണ്. അതുപോലെ ഇത് ക്ലോസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. എന്നുവെച്ചാൽ റോങ് ആയിട്ടൊക്കെ ക്ലോസ് ചെയ്താൽ സ്വിച്ച് ചിലപ്പോൾ ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് മാത്രമേ ഇത് ക്ലോസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ. ഇത് വളരെ ഈസിയാണ്, നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ മൗസ് ഡാമേജ് വന്നു കഴിഞ്ഞാൽ നിങ്ങളൊരു മൗസ് ഉപേക്ഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് സർവീസ് ചെയ്തെടുക്കാവുന്നതാണ്. മൗസ് ബട്ടൺ നിങ്ങൾ ക്ലീൻ ചെയ്തിട്ട് അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പുതിയൊരു മൗസ് സ്വിച്ച് വാങ്ങുക. നമുക്ക് ഒരു മൾട്ടിമീറ്ററിൽ കണ്ടിന്യൂറ്റി മോഡ് ഇട്ടതിന് ശേഷം ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഈ സ്വിച്ച് പ്രസ് ചെയ്യുന്ന സമയത്ത് ഓക്കെ 1 കിട്ടുന്നുണ്ട്. അപ്പോൾ സ്വിച്ച് ഇപ്പോൾ വർക്കിംഗ് ആണ്, പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ നമ്മൾ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ, ടേക്ക് കെയർ.